ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ ഗുരു ഭക്ഷിച്ചാലുമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭക്ഷണം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞു. അവന് ഭക്ഷിപ്പാനായി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കാമെന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ആഹാരം എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുകയും അവന്റെ പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാകുന്നു. 4 മാസങ്ങൾക്ക് ശേഷം കൊയ്ത്തുകാലമാകുമെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ കണ്ണുയർത്തി പണ്ടേ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് അടുത്തിരിക്കുന്ന വയലുകളെ ഇതാ കാണുവേനെന്ന് നിങ്ങളോട് പറയുന്നു. കൊയ്യുന്നവൻ പ്രതിഫലം പ്രാപിക്കുന്നു, നിത്യജീവങ്ങളിലേക്ക് ഫലങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു. വിതയ്ക്കുന്ന ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ അധ്വാനം കൂടാതെ ഉണ്ടായിട്ടുള്ളത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് അരുൾ ചെയ്തു. ബാറക്മോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.